വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവമായിട്ട് ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഡിലേ വന്നത്? ഡിലേ ഒന്നല്ല, ഞാൻ മനഃപൂർവ്വം എടുത്തൊരു ഡിലേ ആയിരുന്നു. ഞാൻ 12 വർഷങ്ങൾക്ക് മുമ്പ് 2 പടത്തിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിൻ്റെ പടമുണ്ട്, നമ്മളുടെ ഒരു വിക്രം പടമൊക്കെ ഞാൻ ചർച്ചയിലുണ്ടായി. ആ സമയത്താണ് എനിക്ക് വേറൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇത് വേദ പഠിച്ചത് ഗുരുകുല സമ്പ്രദായം. അന്ന് വേദ 5th പഠിക്കുന്നത്. അപ്പോൾ അവൾ 12 വർഷം ഭാരത സഞ്ചാരത്തിലൂടെ ഡി സ്കൂളിംഗ് ഉണ്ട്, ഗുരുകുലം എന്ന് ഭാരതത്തിൻ്റെ ആക്ഷൻ രീതിയിലുള്ള വിദ്യാഭ്യാസം. എനിക്കത് പ്രസൻ്റായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് മോളെ അങ്ങനെ പഠിപ്പിക്കണം എന്ന് തോന്നി. പിന്നെ മെഡിറ്റേഷൻ, ഇത് രണ്ടുമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം. വേദ പഠിച്ചിറങ്ങിയപ്പോൾ വേദയ്ക്ക് സിനിമയോടാണ് താല്പര്യം. അപ്പോൾ അവൾക്ക് ഏതാണോ താല്പര്യം അതിലേക്ക് അവളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേദ തന്നെയാണ് എന്നെ 2ാമത് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വീണ്ടും ഞാൻ സിനിമയിൽ സജീവമാവുകയാണ്. ഇനിയിപ്പോൾ ചന്ദ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചന്ദയുടെ 2nd പാർട്ട് വരാൻ പോവുകയാണ്. വളരെ ഡിഫറൻസ് ആയിട്ട് വളരെ കുറച്ച് പടം ചെയ്തിട്ടുണ്ടെങ്കിലും സിമിലർ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് പിന്നെ കുറച്ച് ഈ പറഞ്ഞതുപോലെ കുറച്ച് മാറി കുറച്ച് റോഡിൽ കൂടെയൊക്കെ പോയി അതൊക്കെ അറിയുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുവിനെ കാണുന്നതെന്നാണ് എനിക്ക് ഈ മാറ്റം ഉണ്ടായത്. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ അന്വേഷിക്കുക, പുറത്തേക്കല്ല അന്വേഷിക്കുക, നമ്മൾ സ്വയം അന്വേഷിക്കുക. ആ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു സുഖം തോന്നി. അപ്പോൾ അതിലാണ് ഞാൻ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യവും ഞാൻ ശരിക്കും സന്തോഷിക്കുന്നതും അതിൽ തന്നെയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആരാധനയെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരുപാട് വശങ്ങളുണ്ട്, അത് പറയണം നമുക്ക് ഇന്നും നാളെയൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കും മാത്രമുള്ള വിഷയങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് മെയിനായിട്ടുള്ളത് സെൽഫ് റിയലൈസേഷൻ. ഒരാൾ അവനവനെ തന്നെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. ഒരാൾ ആ വ്യക്തി അയാളെ തന്നെ തിരിച്ചറിയുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ളതിനൊക്കെ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ ഒരു ആത്മാവ് തന്നെയാണ് എല്ലാത്തിലും ഉള്ളതെന്ന് അയാൾ മനസ്സിലാക്കും. നമ്മളെപ്പോലെ തന്നെയാണ് മറ്റെല്ലാം ഉള്ളതെന്ന് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് മനസ്സിലാക്കും. ഇതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. മതങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വേറൊരു വേഷനാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിൽ മറ്റൊന്നുമില്ല. അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ധ്യാനമാണ്. ഈ രണ്ടുമാണ് ഞാൻ മുന്നോട്ട് വെക്കാറുള്ളത്. നമ്മുടെ ഞങ്ങൾക്കൊരു സെൻ്റർ ഉണ്ട്, മെഡിറ്റേഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മുന്നോട്ട് വെച്ചതാണ്. എല്ലാവരും 350-400 പേര് ഡെയിലി അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും ധ്യാനത്തിലാണ്. വേറെ ഒന്നും തന്നെയില്ല. ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുക എന്നുള്ളൊരു സംഭവം ഏതൊരു വ്യക്തിക്കും ധ്യാനമാണ്. ഇപ്പോൾ നമ്മുടെ ഋഷിമാരല്ല, നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ എഴുതിയിരിക്കുന്ന വേറെ ആരും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേറെ ടെസ്റ്റ് വായിച്ചിട്ടൊന്നുമല്ല. തപസ് എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു വശമാണ്. അപ്പോൾ നമ്മൾ സ്വയം ഉണരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ ഉണ്ടാവും. ഇപ്പോൾ വേദ പഠിച്ച രീതി അതാണ്. വേദ പഠിച്ച രീതി ടെസ്റ്റുകളേക്കാൾ കൂടുതൽ വേദ എന്ന് പറയുന്ന വ്യക്തിക്കകത്തുള്ള സാധ്യതകളെ അവൾ ഉണർത്തുക. അതാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. നമുക്കുള്ള സാധ്യതകൾ നമ്മൾ ഉണർത്തുമ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. അത് നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏറെക്കാലം മാധവത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിനിമയിലേക്ക് എത്തിയത്. അന്നത്തെ ടെക്നിക്കിലും ഇന്നത്തെ ടെക്നിക്കുള്ള വ്യത്യാസം സിനിമ അന്ന് ഇന്നൊക്കെ ഒന്ന് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് സിനിമ രൂപപ്പെടുന്നത് എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും മനസ്സിലുള്ള ഒരു ഏകീകരണത്തിലൂടെ. അതൊരു ഭാവനയാണ്. ഞാൻ സിനിമയെ ലോജിക്കിനേക്കാൾ കൂടുതൽ മാജിക് ആയിട്ടാണ് എനിക്കിഷ്ടമാണ്. എൻ്റെ രീതി അതാണ്. ഇപ്പോൾ ഏതിലും എനിക്ക് ആ സീൻസിലൊക്കെ ഒരു മാജിക് ടച്ച് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന സിനിമയെ അന്നും ഇന്നും നമുക്ക് പിക്ചറൈസേഷൻ ചെയ്യാനുള്ള മീഡിയകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ടെക്നോളജിയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറകളല്ല, അന്ന് സൗണ്ട് സിസ്റ്റം അല്ല, ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പിന്നെ ജീവിത സാഹചര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഥയിൽ തന്നെ അന്ന് പുറത്തു പോയ ഒരാൾ ഒരു യാത്ര പോയിരിക്കുകയാണ്. അയാൾ ആ യാത്ര പോയ ആൾ നമുക്ക് ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ അയാൾ കിട്ടുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് കഥയിൽ എഴുതി വെക്കാം. ഇന്ന് അയാളുടെ കയ്യിൽ മൊബൈലുണ്ടോ? അപ്പോൾ ഈ വ്യത്യാസമുണ്ട് ടെക്നോളജിയുടെയും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയൊക്കെ. അപ്പോൾ അതെല്ലാം കാലത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നാളെ ഒരു 5 വർഷം കഴിഞ്ഞുള്ള സിനിമ ഇതായിരിക്കില്ല. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏത് കലകളിലും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന പല കലകളും ഇതിനനുസരിച്ച് മാറ്റം. പിന്നെ അതിൻ്റെ എക്സ്ട്രാക്റ്റിൽ മാറ്റം വരില്ല. അപ്പോൾ നമുക്കറിയാമോ ഒരു 5000 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് ആയുർവേദം വരുന്നത്. ദശമൂല അരിഷ്ടം കഷായം അതൊന്നും മാറിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഈ രീതികൾ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾ മാറ്റമുണ്ട്. അതിൻ്റെ ബോട്ടിൽ മാറിയിട്ടുണ്ട്, നമ്മളോട് പറയുന്ന രീതിയിൽ പരസ്യവാചകങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നേ വരെ ഒരു മാറ്റം അതിൻ്റെ എക്സ്ട്രാക്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മനസ്സിൽ രൂപപ്പെടുന്ന സിനിമ. ആ സിനിമയെ പിക്ചറൈസ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ടെക്നോളജി തീർച്ചയായിട്ടും മാറ്റം. പിന്നെ സ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേക്ക് സ്റ്റോറി ഉണ്ടായത്. കേക്ക് നൽകുന്ന സന്ദേശം കേക്ക് ഞാൻ പറഞ്ഞില്ല, സൗഹാർദ്ദം.
അതൊരു മതസൗഹാർദ്ദമാണ്. കാരണം നമ്മളില്ലാതെ ആവശ്യമില്ലാതെ കലാപങ്ങളും ഒക്കെ അഴിച്ചുകൂടിയാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ. നമുക്കുള്ളിലുള്ള വലിയൊരു മാനവികതയുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, സ്നേഹമാണ്, എല്ലാവരും ഒന്നാണ്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മൾ മനുഷ്യൻ ജീവിതം ആരംഭിച്ചപ്പോൾ വിവിധ രീതിയിലുള്ള ആരാധന സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊരു മതത്തിൻ്റെയൊക്കെ. പക്ഷെ ഇത് നമ്മളൊരു ക്ലാഷ് ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴും അത് തന്നെ പറയാറുള്ളത്. എല്ലാവരും സൗഹാർദ്ദത്തിലൂടെ ആയിരിക്കണം. തെറ്റുകൾ പലയിടത്തും ഉണ്ടാവും, അത് വ്യക്തിപരമായിരിക്കും. അത് ഒരു സമൂഹം മൊത്തത്തിൽ, ഒരു മതം മൊത്തം ചെയ്യുന്നതായിരിക്കില്ല. അത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാക്കി തിരുത്തി നമ്മളെല്ലാവരും സൗഹാർദ്ദത്തിൽ തന്നെ പോകണം. എങ്കിൽ മാത്രമേ മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ. അതിനുള്ള ഒരു ഏറ്റവും നല്ല ഒരു മീഡിയ തന്നെയാണ് കേക്ക്. ഏത് ലൊക്കേഷനിൽ നമുക്ക് കേക്ക് വരാറുണ്ട്. നമ്മുടെ ബർത്ത്ഡേക്ക് വരും, ഇപ്പൊ കണ്ടില്ലേ, സെപ്പറേഷൻ വരെ വരുന്നുണ്ട് കേക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും ഒരു കേക്ക് മുറിച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. കേക്കിനോളം സുതാര്യമായിട്ടുള്ള മറ്റൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ പായസം ഉണ്ട്, പക്ഷെ പായസം എല്ലാ ഒക്കേഷനിലും കയറി ചെല്ലാറില്ല. അപ്പം കേക്കിന് അത്രയും ഒരു ജനകീയത എല്ലായിടത്തും ഉണ്ട്. കേക്ക് നമ്മുടെ എല്ലാവരും ചേർത്ത് നിർത്തുന്നതാണ് ഈ സിനിമ നൽകുന്ന സന്ദേശം. അതിൻ്റെ കേക്ക് ഒരു പ്രധാന കഥാപാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേക്ക് എന്നുള്ളൊരു സ്റ്റോറി എടുക്കാൻ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കും. അപ്പോൾ അത് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോഴാണ് വേദിയ വന്നിട്ട് പറയുന്നത്. അന്ന് ഞങ്ങൾ ചന്ത 2 ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു മനസ്സിൽ പ്ലാനിങ്ങുള്ള ടൈമാണ്. അപ്പോൾ വന്നിങ്ങനെ എൻ്റെ അടുത്ത് പറയാണ്, പക്ഷേ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് ചെയ്താണ്. കാരണം കേക്കിനെ പാശ്ചാത്തലമാക്കിയിട്ട് ആരും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലായിടത്തും ഹോം ബേക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല ഭാഗത്തും കേക്കിൻ്റെ മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് മുമ്പൊന്നും കാണാറില്ലായിരുന്നു. അപ്പോൾ ഇതിനെ പാശ്ചാത്തലമാക്കി ഒരു സിനിമ ചെയ്താലോ അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങി വരുന്നത്. ആ സ്ക്രിപ്റ്റ് ആദ്യം ശ്രീനിവാസേട്ടൻ എന്നതൊരു കഥാപാത്രം, ഇപ്പോൾ മേജർ രവി ചെയ്ത കഥാപാത്രം അന്ന് ശ്രീനിയേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേദയോട് പറഞ്ഞത്, ഇതുവരെ ഞാൻ കേക്കിന് ബേസ് ചെയ്തൊരു സബ്ജക്റ്റ് കണ്ടിട്ടില്ല. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആണ്. ഇതുവരെ ആരും പറയാത്തൊരു സംഭവമായിട്ടാണ് നമ്മൾ അതിലേക്ക് കയറുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചുപടമുണ്ട്. ആ കൊച്ചുപടത്തിനെ സ്വീകരിച്ചത് ഞങ്ങളുടെ തന്നെ പ്രൊഫഷനാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ എടുത്ത ഒരു പടമാണ്. എൻ്റെ കൂടെ പലരുമുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും കൂടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ്. പടം കണ്ട ഒരാൾ പോലും പടം മോശമാണ് പടം മഹാഭാഗ്യമായി കാണുന്നു. റേറ്റിങ്ങിലും 9.5 റേറ്റിങ്ങിൽ കിടക്കുന്ന സിനിമ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ ഷോർട്ട് ടൈമും ഒക്കെ അത്ര അനുകൂലമായിട്ടുള്ളതല്ല. എല്ലാവരും കണ്ടതിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട്